ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തിക പറയുകയാണ്, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ 24 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ നിങ്ങളുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കോണം. അതിൽ കൂടുതൽ സമയമൊന്നും ഞാൻ എന്താണെങ്കിലും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. ഇത്രയും അനുവദിച്ചു തന്നത് തന്നെ എൻ്റെ സൗജന്യമാണെന്ന് അവന്തിക പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ആകെ തകർന്നിരുന്ന് പൊട്ടിക്കരയുകയാണ് സേതു. അച്ഛനെയും ഈ വീടിനെയും ഞങ്ങളെയും ഒക്കെ ചതിച്ചിട്ട് നിങ്ങൾക്ക് ഈ വീട്ടിൽ സുഖമായി ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അർച്ചന ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അവന്തികയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് നന്ദൻ. തുടർന്ന് പോലീസുകാര് നന്ദനെ പിടിച്ചു മാറ്റുകയാണ്. ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അച്ഛാ, ഞാനെന്നാൽ ഇറങ്ങുകയാണ്. നാളെ രാവിലെ പുഴക്കടവില് എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്ന ചടങ്ങാണ്. കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ തുടങ്ങി വെച്ച കഥയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് സാക്ഷ്യം വഹിക്കാനായി അച്ഛനും വരണം. ഈ വീട്ടിൽ നിന്നും ഞാൻ അച്ഛനെ മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ. 24 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയുടെ വീടാണ്. അവന്തിക മൂർത്തിയോടും മറ്റുള്ളവരോടും പറയുകയാണ്, കിട്ടിയ സമയം കൊണ്ട് ഓരോന്നോരോന്നായി എൻ്റെ പേരിലേക്ക് മാറ്റിയത് കിളവനും മക്കളും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. എന്താണെങ്കിലും 24 മണിക്കൂർ സമയമൊന്നും കൊടുക്കേണ്ടില്ലായിരുന്നെന്ന് വക്കീല് പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അതിൻ്റെ ദയായിട്ട് അവർക്ക് തോന്നുമെങ്കിലും പക്ഷേ ഈ 24 മണിക്കൂറിനുള്ളിൽ എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള നെട്ടോട്ടത്തിലായിരിക്കും നെല്ലിശ്ശേരി വീട്ടുകാര്. ആദ്യം എനിക്ക് എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യണം. എന്നിട്ട് വേണം എനിക്ക് നെല്ലിശ്ശേരി വീട്ടിലേക്ക് ചെന്ന് കയറാൻ. അവിടുത്തെ മരുമകളായിട്ടല്ല, എല്ലാത്തിൻ്റെയും ഒരേ ഒരു അവകാശിയായിട്ട്. ഇനി നിങ്ങൾക്കെല്ലാവർക്കും നെല്ലിശ്ശേരിയുടെ സർവനാശം കാണാമെന്ന് അവന്തിക അവരോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്നേഹയും നന്ദനും കൂടി സേതുവിനെ കുറ്റപ്പെടുത്തുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അർച്ചന അങ്ങോട്ടേക്ക് ചെന്ന് പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഇടവും വലവും നിന്ന് ഇങ്ങനെ അച്ഛനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വേണം നമ്മൾ ആലോചിക്കാൻ. ഈ അച്ഛൻ കാരണമല്ലേ ഇതെല്ലാം സംഭവിച്ചതെന്ന് സ്നേഹ പറയുമ്പോൾ അച്ഛൻ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചെന്ന് കരുതി നമുക്കൊന്നും ചെയ്യാനാകില്ലല്ലോ. പിന്നെ ഇതെല്ലാം തന്നെ അച്ഛൻ തന്നെയല്ലേ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. സന്ദീപെ, നീ എത്രയും പെട്ടെന്ന് അഡ്വക്കേറ്റിനെ വിളിക്ക്. അദ്ദേഹത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് സച്ചി പറയുന്നു. അച്ഛ, ആ ഡോക്യുമെന്റ്സിന്റെ എല്ലാം ഒറിജിനൽ അച്ഛൻ്റെ കയ്യിലില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എല്ലാം എൻ്റെ ലോക്കറിലുണ്ടെന്ന് സേതു പറയുന്നു. എങ്കിലേ അച്ഛൻ പോയതെല്ലാം എടുത്തുകൊണ്ട് പോര്. വക്കീലിനെ അതെല്ലാം കാണിക്കേണ്ടി വരും. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് ചെന്ന് ആ ഡോക്യുമെന്റ്സ് എല്ലാം തിരയുന്ന സേതുവിനെയാണ്. എന്നാൽ ഫയലുകളെല്ലാം കാലിയാക്കിക്കൊണ്ട് അത് അവന്തിക അവിടെ നിന്ന് നേരത്തെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചതിച്ചല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ആകെ തകർന്നു നിൽക്കുകയാണ് സേതു. പിന്നീട് കാണിക്കുന്നത് അവന്തികയുടെ വീട്ടില് സേതുവിന്റെ ആ ഡോക്യുമെന്റ്സ് എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവന്തികയാണ്. തുടർന്ന് അനിരുദ്ധനോട് അവന്തിക പറയുകയാണ്, ഇതാണ് സേതുമാധവന്റെ മുറിയിൽ നിന്നും ഞാൻ മോഷ്ടിച്ച ഒറിജിനൽ ഡോക്യുമെന്റ്സ്. ഇപ്പോൾ അവിടെ എല്ലാവരും ഇതായിരിക്കും തിരയുന്നുണ്ടാവുക. അല്ലെങ്കിലും നീ ഒരു പെൺപുലി തന്നെയാണെന്ന് അനിരുദ്ധം പറയുന്നു. എല്ലാം നിന്റെ പേരിലേക്ക് മാറ്റിയ സ്ഥിതിക്ക് ഇനി ഈ ഡോക്യുമെന്റ്സ് നമുക്ക് ആവശ്യമില്ല. കത്തിച്ചു കളഞ്ഞേക്ക്. കത്തിച്ചു കളയാമെന്ന് തന്നെയാ ഞാൻ ആദ്യം വിചാരിച്ചത്, പക്ഷേ ഇതെനിക്ക് വേണം. തുടർന്ന് അനിരുദ്ധൻ മനസ്സിൽ പറയുകയാണ്, ഇവളിപ്പോൾ സ്വന്തമാക്കിയതെല്ലാം തന്നെ എന്റെ കയ്യിലേക്കാ വരാൻ പോകുന്നതെന്ന് ഇവൾ അറിയുന്നില്ലല്ലോ. മോളി ഡോക്യുമെന്റ്സ് ഇങ്ങ് തന്നേക്ക്, അമ്മാവൻ സൂക്ഷിച്ചോളാമെന്ന് അനിരുദ്ധം പറയുമ്പോൾ അത് വേണ്ടെന്നും ഇതെല്ലാം എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്നും അവന്തിക പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഡോക്യുമെന്റ്സ് പോയ കാര്യത്തിൽ വിഷമിച്ചിരിക്കുകയാണ് എല്ലാവരും. അതേസമയമാണ് വക്കീല് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം അവൾ കൊണ്ടുപോയല്ലേ എന്ന് വക്കീല് ചോദിക്കുമ്പോൾ അവൾ വിദഗ്ധമായി എന്റെ മുറിയിൽ കയറി മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് സേതു പറയുന്നു. എന്താണെങ്കിലും ഇനി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കോടതി തന്നെ കയറണം. പക്ഷേ അതിനൊക്കെ ഇനി കുറെ സമയം പിടിക്കും. അത്രയും സമയമൊന്നും നമ്മുടെ പക്കൽ ഇല്ലല്ലോ. ഇനി എന്ത് ചെയ്യാനാ വക്കീലെ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണോ? ഒരു കാര്യം ഞാൻ പറയാം. ഇതെല്ലാം എൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ട സ്വത്താണ്. ഇതെല്ലാം ഇവിടെ വിട്ട് പടിയിറങ്ങേണ്ടി വന്നാൽ ഞാൻ എന്താണെങ്കിലും ജീവനോടെ ഉണ്ടാകില്ല. സാർ അങ്ങനെയൊന്നും ചിന്തിക്കാതെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് വക്കീൽ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. ഇതിനൊക്കെ അച്ഛൻ തന്നെയാണ് ഉത്തരവാദിയെന്ന് നന്ദൻ പറയുമ്പോൾ സച്ചി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഏട്ടൻ എന്തിനാ അച്ഛൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്? അതിന് ഏട്ടൻ എന്താ അവകാശമുള്ളത്? ഏട്ടന്റെ ഭാര്യയായിരുന്നല്ലോ ആ സ്ത്രീ. ആ സ്ത്രീയെ നിലയ്ക്ക് നിർത്താൻ പറ്റാത്തത് ഏട്ടന്റെ തന്നെ കുറ്റമായിരുന്നില്ലേ? 7 കൊല്ലം അവർ പൂട്ടിയിട്ടപ്പോ ഏട്ടന്റെ ആണത്വമൊക്കെ എവിടെയായിരുന്നെന്നും സച്ചി ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ സച്ചിയുടെ കോളറിൽ കയറി പിടിക്കുകയാണ് നന്ദൻ. നിങ്ങളാരും തമ്മിൽ തല്ലണ്ട, ഇതെല്ലാം എന്റെ തെറ്റാണ്. അങ്ങനെ വീണ്ടും സ്നേഹി സേതുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ സ്നേഹി അടിക്കാനായി കൈ ഓങ്ങുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.